നമ്മുടെ ജോലിയിൽ ബറക്കത്ത് വേണോ പ്രിയപ്പെട്ടവരെ? അതാരാണ് ആഗ്രഹിക്കാത്തത്? ഈമാനുള്ള ഒരു മുഅ്മിൻ അല്ലാഹു തആല നൽകുന്ന ബറക്കത്ത് വേണ്ട എന്ന് വെക്കുവോ? ഒരിക്കലുമില്ല. നമ്മുടെ ജോലിയിൽ റബ്ബ് തആല എല്ലാവിധ ഐശ്വര്യവും തരാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? മഹാനായ ഇമാം ഷർജി തങ്ങളൊക്കെ പറയുന്നു, മഹത്തരമായ നമ്മുടെ ജോലിയിൽ എല്ലാ തരത്തിലും ഐശ്വര്യം വന്നു ചേരാൻ, ജോലിയിൽ മാത്രമല്ല, അത് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും. അത് കാരണമായിട്ട് നമ്മുടെ ആരോഗ്യത്തിൽ ഐശ്വര്യം വന്നു ചേരും. നമ്മുടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നുമുള്ള കാവൽ നമുക്ക് ലഭിക്കും. എന്താണ് മഹാനവറുകൾ പറഞ്ഞ ആ ദിക്ർ എന്ന് നമുക്ക് പഠിക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം. കുറച്ചാളുകളാണ് നമ്മുടെ വീഡിയോകൾ കാണുന്നതെങ്കിലും നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ പലരും ചെയ്യുന്നുണ്ട് ഉസ്താദ് എന്നുള്ള സന്തോഷ വാർത്തകൾ അറിയിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹു തആല അത് നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ജോലിയിൽ ബറക്കത്തും ഐശ്വര്യവും എല്ലാവിധ സന്തോഷവും ലഭിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ, സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ചെറിയ ഒരു ദിക്റാണ്. അത് എത്ര പ്രാവശ്യം ചൊല്ലണമെന്നും ഏതാണ് ആ ദിക്ർ എന്നും ആ ദിക്റിന്റെ മറ്റു മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവറുകൾ ഇമാം ഷർജി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, എല്ലാ ദിവസവും ഹൗഖല 100 പ്രാവശ്യം ചൊല്ലിക്കഴിയും. എന്താണ് ഹൗഖല? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്ന ലാ ഹൗല ദിക്ർ, ആ ദിക്ർ ദിവസവും 100 പ്രാവശ്യം, ഏറ്റവും കുറഞ്ഞത് മിനിമം 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഉള്ള സൗഭാഗ്യത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി അത് അധികമാക്കി കഴിഞ്ഞാലോ അതിനനുസരിച്ച് എല്ലാവിധ റാഹത്തും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രിയപ്പെട്ടവരെ, ജോലിയിൽ അല്ലാഹു തആല എല്ലാവിധ ബറക്കത്ത് നമുക്ക് തരും. ജോലിയിൽ ബറക്കത്തുണ്ടെങ്കിൽ അല്ലാഹുവേ എത്ര വലിയ റാഹത്താണ്. നമ്മുടെ ജീവിതങ്ങൾ ഖൈറായ രൂപത്തിൽ മുന്നോട്ട് പോകുമല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കാൻ മഹാനവർ പഠിപ്പിച്ചു തന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിക്ർ എന്ന് പറയുന്നത് 99 രോഗങ്ങൾക്ക് ഈ ഒരു ദിക്ർ ശമനമാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ ആ 99 രോഗങ്ങളിൽ ഐസറുഹുമ അൽ ഹം, ഏറ്റവും ചെറിയ രോഗം ഏതാണെന്നറിയോ? അത് ടെൻഷനാണ്, അത് ആവലാതിയാണ്, അത് വേവലാതിയാണ്, അത് മനസ്സിനെ പിരിമുറുക്കുന്ന, മനസ്സിനെ വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ കിടന്ന് അലട്ടുന്നുണ്ട് എങ്കിൽ അതാണ്, ആ ടെൻഷനാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ചെറിയ രോഗം. അത് അടങ്ങുന്ന പിന്നീട് പറയുന്ന 98 എണ്ണവും എന്താണ്? അതിനേക്കാൾ കൂടിയ രോഗങ്ങളാണ്. അപ്പോ ആ ഒരു ഏറ്റവും ചെറിയതായിട്ട് മുത്തുനബിതങ്ങൾ വിശേഷിപ്പിച്ച അൽഹം, ടെൻഷൻ എന്ന് പറയുന്നത് പുഷ്പം പോലെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിക്ർ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതും എല്ലാ ദിവസവും മുടങ്ങാതെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ വളരെ കൃത്യമായിട്ട് ചൊല്ലുക. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ, നമ്മുടെ ടെൻഷൻ മാറും, നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാറും, ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. യാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എല്ലാ കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം വരുന്ന ആശയം ഉൾക്കൊള്ളുന്ന, ഏറ്റവും വലിയ ആശയം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് ഏത് സമയത്ത് ചൊല്ലിയാലും അതിൽ നമുക്കൊരു ബറക്കത്ത് ഉണ്ടാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യം മനസ്സിൽ നിയത്ത് ചെയ്തിട്ട് ഇത് ചൊല്ലിയാലും ആ ഒരു കാര്യം നമുക്ക് സാധിപ്പിച്ച് കിട്ടാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും നമ്മുടെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കാൻ ഈ ദിക്ർ ഒരു കാരണമാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ
എല്ലാവരും ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക പ്രിയപ്പെട്ടവരെ. ചൊല്ലുമെന്നാണെങ്കിൽ, ചൊല്ലാൻ തീരുമാനമെടുത്തു എന്നാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കുക. ഉസ്താദേ, ഞാൻ ചൊല്ലാൻ തീരുമാനമെടുത്തു, എന്റെ ജീവിതത്തിൽ ഞാൻ അത് കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തു ഉസ്താദെ എന്ന് നല്ല രൂപത്തിൽ കമന്റ് ബോക്സിൽ മനസ്സ് നിറച്ചിട്ട് പ്രിയപ്പെട്ടവരെ കമന്റ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തിലും ബറക്കത്തിലുമാക്കി തരട്ടെ. ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വിഷമങ്ങൾ അറിയിക്കുന്നുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, അവരുടെ വിഷമങ്ങളും വേവലാതികളും ദുഃഖങ്ങളും ദുരിതങ്ങളും യാതനകളും വേദനകളും പടച്ചവനെ നീ ഇല്ലായ്മ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദുആയോടെ വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.